ദാദാസാഹിബ് കഴിഞ്ഞ് പിറ്റേ ആഴ്ച കരുമാടിക്കുട്ടൻ തുടങ്ങി, കരുമാടിക്കുട്ടൻ തീർന്ന ഉടനെ രാക്ഷസ രാജാവ് തുടങ്ങുന്നു. എന്ത് പറ്റി? ഞാൻ പറഞ്ഞു മമ്മൂക്കയ്ക്ക് വേറെ പടം, ഷാജി കൈലാസിൻ്റെ പടം മാറിയോണ്ട് ആ ഡേറ്റ് കളയാതെ, അല്ലാതെ വിനയനോടുള്ള പ്രത്യേകിച്ച് സ്നേഹം കൊണ്ടൊന്നും ആണെന്ന് തോന്നുന്നില്ല. പക്ഷേ വിനയൻ കഥയുണ്ടാക്കും, അതുകൊണ്ടായിരിക്കാം. അന്നൊക്കെ ഞാൻ പറയാമല്ലോ, ഈ നമുക്കെപ്പോഴും നമ്മളോടൊരാൾ ആവശ്യപ്പെടുമ്പോഴാണ് ഒരു കലാകാരനെ സംബന്ധിച്ച് നമ്മൾ സ്പോർട്ടീവായിട്ട് നമുക്ക് പ്രതികരിക്കാനൊക്കെ തോന്നുന്നത്. പ്രത്യേകിച്ച് ഒരു പ്രൊഫഷണലൊക്കെ ആയി കഴിയുമ്പോൾ അങ്ങനെയാണ്. ആവശ്യപ്പെട്ടു ചെയ്യണം, തനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഒരാൾ പറഞ്ഞാൽ നമ്മൾ ചെയ്യും. പ്രത്യേകിച്ച് എനിക്കെപ്പോഴും തോന്നാറുണ്ട് ഒരു ഹനുമാൻ്റെ സ്വഭാവം. അതായത് ഹനുമാൻ നമ്മൾ പറയത്തില്ല, ഇങ്ങനെ ഒരാൾ ചെയ്യാൻ ഹനുമാൻ്റെ സ്വഭാവം ഞാൻ വിശേഷിപ്പിച്ചത്, ഒരാളിങ്ങനെ ഉന്തിക്കൊടുത്താൽ, ഒരാളിങ്ങനെ പ്രഷർ ചെലുത്തിയാൽ നമ്മൾ വലുതാകും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അത് മനുഷ്യൻ്റെ സഹജമായൊരു സ്വഭാവമാണ്. അത് പ്രത്യേകിച്ച് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട്. ഇപ്പം തന്നെ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഒരു പറ്റ ആൾക്കാർ ഇങ്ങനെ എന്നെ എതിർക്കുമ്പോൾ ഞാനിപ്പോൾ പിടിച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ എൻ്റെ ക്രിയേറ്റിവിറ്റി എനിക്ക് നഷ്ടപ്പെടുന്നു എന്ന് പോലും ഞാൻ സംശയിക്കും. കാരണം നമുക്ക് നേരത്തെ കിട്ടിയിരുന്ന അതല്ലല്ലോ. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സംഘം ചേർന്നിട്ട് ഇങ്ങനെ എതിർക്കുകയാണ് വിനയനെ. എന്നിട്ട് അതിനകത്ത് നിന്നൊരു കഥ ഉണ്ടാക്കാൻ പറ്റുമ്പോൾ, നമുക്ക് ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, ഇപ്പം ഞാൻ അതിന് ശേഷം എൻ്റെ അടുത്ത കാലത്തെടുത്ത ചിത്രങ്ങളെ പറ്റിയൊക്കെ പറയുകയാണ്. ഇപ്പോൾ യക്ഷിഞ്ഞാനും അല്ലെങ്കിൽ ഈ പറയുന്ന ട്രാക്കുള, ഈ പറയുന്ന ഇതൊക്കെ എടുത്ത് പഴയ വിനയൻ്റെ ഒരു -1 പോയിൻ്റ് പോലും അവസ്ഥയിൽ എനിക്ക് നിൽക്കാൻ പറ്റാതെ 100 കണക്കിന് ആൾക്കാർ ചുറ്റും എതിർക്കുകയും എന്തെല്ലാം ചെയ്യാമോ, എന്തെല്ലാം പരിഹസിക്കാമോ, അങ്ങനെയൊക്കെയുള്ളൊരു ഗ്രൂപ്പിൻ്റെ അടുക്കുന്നതാണ് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് സിനിമ എടുക്കുന്നത്. അതൊരു ആർക്കും പറ്റുമെന്ന് തോന്നുന്നു. എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പറയാറുണ്ട് വിനയനെ കൊണ്ടേ പറ്റത്തുള്ളൂ. ഞാൻ അത് ചെയ്യാൻ കാര്യം പറ്റുന്നത് കൊണ്ടല്ല, ഒരു ജന്മമേ ഉള്ളൂ. ഈ ജന്മത്തിൽ നമ്മളൊരു ഫൈറ്ററാണ്. ജനിച്ച് വീഴുമ്പം തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ കാലിട്ട് അടിച്ചിട്ട് കരയുന്നിടത്തുനിന്നാണ്. അവിടുന്ന് നമ്മൾ തുടങ്ങുകയാണ് നമ്മുടെ ഫൈറ്റ്, മരണം വരെ. അവസാനം ഊർദ്ധശ്വാസം വലിക്കുന്നത് ഭയങ്കര ഫൈറ്റാണ്. ഭയങ്കര ശരീരം എടുത്ത് പൊക്കി ഊർദ്ധശ്വാസം വലിക്കുന്നത് കാണാൻ മേലെ. മരണത്തോട് നമ്മൾ മല്ലിട്ട് അവസാനം നമ്മൾ പിരിയുകയാണ്. അപ്പോൾ അവിടെ വരെ നമ്മൾ ഫൈറ്ററാണ്. അപ്പോൾ പിന്നെ ആരോ പേടിക്കാനാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുക എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ രാക്ഷസ രാജാവിൻ്റെയൊക്കെ സമയത്ത് ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ടും ഇവരുടെയൊക്കെ അത് എന്താ പറയുക, നമുക്ക് തരുന്ന ഒരു പ്രോത്സാഹനമൊക്കെ നമുക്ക് ഒത്തിരി ഗുണം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കഥയുണ്ടാക്കി, കഥ ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഉടനെ ഷൂട്ടിങ് തുടങ്ങാം. അങ്ങനെ കരുമാടിക്കുട്ടൻ കഴിഞ്ഞ ഉടനെ ആയിരുന്നു രാക്ഷസ രാജാവിൻ്റെ ഷൂട്ടിങ് തുടങ്ങിയത്. എറണാകുളത്തായിരുന്നു രാക്ഷസ രാജാവിൻ്റെ ഷൂട്ടിങ്. ഈ പറയുന്ന മമ്മൂട്ടിയെ കൂടാതെ സായികുമാർ ഉണ്ടായിരുന്നു, കൊച്ചിൻ ഹനീഫ ഉണ്ടായിരുന്നു, അതിനകത്ത് മീനയും വേറൊരു നായികയും അതിനകത്തുണ്ടായിരുന്നു. കുട്ടി പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഒരു വലിയ താരനിര തന്നെ ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. മ്യൂസിക്കും ലിറിക്സും ആ കാലഘട്ടങ്ങളിൽ എൻ്റെ സ്ഥിരം ചെയ്തിരുന്ന മോഹൻ സിത്താര എൻ്റെ 10-12 പടത്തിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. മോഹൻ സിത്താരയും യൂസഫ് അലി കച്ചേരിയും തന്നെ ആയിരുന്നു. അതിനകത്തൊരു പാട്ട് ഞാൻ എഴുതിയൊരു പാട്ടുണ്ട് ആ ചിത്രത്തിൽ. വളരെ യാദൃശ്യമായിട്ട് എഴുതേണ്ടി വന്നതാണ് ആ പാട്ട്. കാരണം മറ്റൊന്നുമല്ല, അന്ന് ആ വർഷത്തെ ഹിറ്റ് പാട്ടായിരുന്നത്. സ്വപ്നം ദയിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും, മനസ്സേ കരയരുത് എന്നൊരു പാട്ടുണ്ട്. ഓർഫണേജിലെ ഈ ഹാൻഡിക്യാപ്ഡ് കുട്ടികൾ പാടുന്നൊരു പാട്ടാണ്. മമ്മൂട്ടിയും ദാസേട്ടനും ഈ കുട്ടികളും കൂടെ ചേർന്നാണ് പാട്ട് പാടിയത്. അപ്പോൾ അത് എഴുതാൻ തന്നെ കാരണം അതിങ്ങനെ കമ്പോസ് ചെയ്ത് ഞങ്ങൾ ബാക്കി പാട്ടൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഈ സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് യൂസഫ് അലിക്ക് ഇല്ല. അപ്പോൾ ഡമ്മി വരികൾ ഞാൻ എഴുതി കൊടുക്കാൻ മോഹനം പറഞ്ഞു, ഇതിനായിട്ടൊന്ന് എഴുതിയാൽ മതി, ഡമ്മി ഇതിന് ട്യൂണിട്ടിട്ട് നമ്മൾ എഴുതുമ്പം ഡമ്മി വരി എന്തെങ്കിലും എഴുതി കൊടുക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ആ ട്യൂണിനനുസരിച്ച് ചുമ്മാ അത് എഴുതിയതാണ് ആ പാട്ട്. യൂസഫ് അലിക്ക ഇത് എഴുതാനായിട്ട് വന്നപ്പോൾ മോഹൻ ഇത് പാടിക്കപ്പിച്ചു. ഇതാണ് എൻ്റെ ട്യൂൺ, ഞാൻ എഴുതിയ വരികൾ വെച്ചിട്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇത് അസാധ്യമായിരിക്കുന്നു, രസമായിരിക്കുന്നു, ഇത് തന്നെ ഇട്ടാൽ മതി എന്നൊക്കെ എന്തൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണോ യൂസഫ് അലിക്ക, അത് ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ പണ്ട് കവിത എഴുതും, എൻ്റെ കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യമൊക്കെ കുറച്ചൊക്കെ പുള്ളിക്ക് അറിയാം. പുള്ളിക്ക് അപ്പോൾ പറഞ്ഞു, വിനയനെ കൊണ്ട് പറ്റുമല്ലോ, വിനയനത് സത്യത്തിൽ അത് യൂസഫ് അലിക്ക തന്ന ഒരു എനിക്കൊരു വലിയ ക്രെഡിറ്റായിരുന്നത്. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തെ പോലൊരു കവി, അദ്ദേഹം എഴുതുന്ന സിനിമയിൽ എൻ്റെ പാട്ടുകൾ, അതിനുശേഷം ഊമപ്പെണ്ണിനകത്ത് എൻ്റെ 2 പാട്ട് ഇൻക്ലൂഡ് ചെയ്തു. ഇതിന് ശേഷം പുള്ളി പറഞ്ഞതിന് പുള്ളിയുടെ അടുത്ത് പറയും പാട്ട് എഴുതാൻ നേരത്ത്, വിനയൻ എഴുതി 2 പാട്ട് അങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ അതിനകത്ത് ഈ സ്വപ്നം ജയിച്ചാൽ സ്വർഗം ലഭിക്കും എന്നുള്ള പാട്ട്, ആ പാട്ട് സത്യത്തിൽ
ഞാൻ ആദ്യ എപ്പിസോഡുകളിൽ പറഞ്ഞൊരു സംഭവം തന്നെയാണ്. ആ പാട്ട് എഴുതുമ്പോൾ ആ ഡെമ്മി വരിയാണല്ലോ എഴുതാനുള്ള ആ വാക്ക് എനിക്ക് കിട്ടിയത് ഈ ആശയടക്കം എന്ന് പറഞ്ഞൊരു സംഭവം. ഞാൻ പഠിച്ചൊരു ക്രിസ്ത്യൻ സ്കൂളിലാണ്, സെൻറ്റ് സേവിയേഴ്സ് ഹൈസ്കൂൾ മിത്രക്കരി. അവിടുത്തെ ഏഴ്സലാമ്മ സബീനാമ്മ എന്നൊക്കെ പറയുന്ന എന്നെ പഠിപ്പിച്ചവർ എപ്പോഴും പറയുമായിരുന്നു, വളരെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളായിരുന്നല്ലോ അത്. ഈ ക്രിസ്ത്യൻ സ്കൂളാണെങ്കിലും വളരെ പാവപ്പെട്ട കുട്ടനാടൻ കർഷക തൊഴിലാളികളുടെ മക്കളും അല്ലാത്തവരും ഈ ഇടത്തരക്കാരും ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഇടത്തരം കർഷക കുടുംബം, അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്നുള്ളവരായിരുന്നു. അപ്പം ഈ കൊച്ചു കുട്ടികൾ വരുമ്പോൾ കൊച്ചു കുട്ടികൾക്ക് ഇപ്പോൾ ഒരാൾ നല്ല ഭക്ഷണം കൊണ്ടുവരുമ്പം ചിലരൊക്കെ മാങ്ങയും പപ്പായയും പൂളിക്കൊണ്ട് ചോറ്റുപാത്രത്തിലിട്ടുകൊണ്ട് വരുന്നവർ പോലും ഉണ്ട്. അപ്പോൾ അപ്പുറത്തെ ഒരാൾ ബിരിയാണി കഴിക്കുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സും ഈ കുട്ടിയുടെ വിഷമവും അല്ല ഈ കുട്ടിക്ക് ഉണ്ടാകുന്ന ദുഃഖവും കണ്ടിട്ടായിരിക്കാം ഈ സിസ്റ്റേഴ്സ് പറഞ്ഞു പഠിപ്പിക്കും, ആശയടക്കിയ സ്വർഗത്തിൽ പോകും. കാരണം നമുക്ക് ബിരിയാണി കഴിക്കണമെന്ന് ആശയമുണ്ട്, പക്ഷെ നമ്മൾ കഴിക്കുന്നത് വെറും ചോറാണെങ്കിൽ ആ ബിരിയാണി കഴിക്കുന്നില്ല എന്ന് മക്കൾ ആശ അടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം തീർച്ചയാണ്, മറ്റേ പെട്ടെന്ന് സ്വർഗത്തിൽ പോകാൻ പറ്റും. അത് പറയാൻ കാര്യം ഇത്രയും സുഖമായിട്ട് ജീവിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുടെ മനസ്സിനെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കുകൾ സത്യമാണ്. നമുക്ക് പല സ്വപ്നങ്ങളും മനസ്സുകൊണ്ട് ത്യജിക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ നമുക്കത് ആ സ്വപ്നങ്ങൾ വേണം, അംബിഷൻ വേണം, എങ്കിലേ നമുക്ക് വലുതാകാൻ പറ്റത്തുള്ളൂ. വാനോളം നമുക്ക് സ്വപ്നം കണ്ടാൽ ഒരു കുഞ്ഞു കുരുന്നോളം നമുക്ക് കിട്ടിയാൽ തന്നെ വലിയ കാര്യമാണ്. പക്ഷേ സ്വപ്നങ്ങളിൽ നിരാശപ്പെടരുത്. അങ്ങനെ എൻ്റെ മനസ്സിൽ അന്ന് ആ ആശയടക്കം ചെയ്യണം എന്ന് സിസ്റ്റേഴ്സ് പറഞ്ഞ ആ വാക്കായിരിക്കാം ഈ ഡെമ്മി വരി എഴുതിയെങ്കിൽ ഞാൻ സ്വപ്നം ജയിച്ചാൽ സ്വർഗം ലഭിക്കും എന്നുള്ള. പക്ഷേ അന്ന് ആ പാട്ട് ആ വർഷത്തെ ഹിറ്റ് സോങ്ങുകളിലൊന്നായിരുന്നു. ദിലീപും കാവ്യ മാധവൻ, മീന, മന്യ മറ്റേ ആർട്ടിസ്റ്റിൻ്റെ പേര്, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു മൾട്ടി സ്റ്റാർ ചിത്രം എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ ഒരു താരനിര കൊണ്ട് വളരെ സമ്പുഷ്ടമായിരുന്നു രാക്ഷസ രാജ. അതിൻ്റെ മറ്റൊരു പ്രത്യേകത ആ ചിത്രത്തിലുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു, ഈ മമ്മൂട്ടി ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നു, ആൾക്കാർക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ പച്ചയ്ക്ക് കൈക്കൂലി മേടിക്കുന്ന, പറഞ്ഞ് കാശ് എണ്ണി തിട്ടപ്പെടുത്തി മേടിക്കുന്ന. പക്ഷേ ആ കാശൊക്കെ അദ്ദേഹം കഥ പിന്നെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഒരു പൈസ എടുക്കാതെ നഷ്ടപ്പെട്ട ജീവിതം മുഴുവൻ ഫാമിലി മൊത്തം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. അനാഥാലയങ്ങൾ നടത്തുകയാണ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞു പോലും അനാഥാലയത്തിലാണ് വളരുന്നത്. അതിനുവേണ്ടിയാണ് ഈ പൈസ. പുള്ളിക്ക് മനസ്സിലായി ഇവരെയൊന്നും നമ്മൾ ഈ രീതിയിൽ പോയിട്ടൊന്നും കാര്യമില്ല, ഈ വ്യവസ്ഥിതിയിൽ ഇത് നേരെയാക്കണമെങ്കിൽ നമ്മളെക്കൊണ്ട് പറ്റത്തുമില്ല. അപ്പോൾ പിന്നെ ഇവരിൽ നിന്ന് മാക്സിമം ഇവർ മേടിക്കുന്ന കൈക്കൂലിയിൽ നിന്ന് മാക്സിമം കാശ് ഊറ്റി ആർക്കെങ്കിലും നല്ലത് ചെയ്യാമെങ്കിൽ ചെയ്യാം. കായംകുളം കൊച്ചുണ്ണിയുടെ പഴയ തിയറി, കായംകുളം കൊച്ചുണ്ണി നമുക്ക് വലിയ ഇതിഹാസ നായകനായത് എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ കായംകുളം കൊച്ചുണ്ണി വലിയ കള്ളനാണ്. മോഷ്ടാവിനെ എങ്ങനെയാണ് നമ്മൾ ഇതിഹാസ നായകനാക്കുന്നത്? കാരണം മറ്റൊന്നുമല്ല, കുത്തക ജന്മികളുടെ ദുഷ്ടന്മാരായ മുതലാളിമാരുടെ കാശ് പിരിച്ച് പാവപ്പെട്ടവർക്ക് കൊണ്ട് കൊടുക്കുക, ഇത് തന്നെയായിരുന്നു. അപ്പം അത്തരം കഥാപാത്രങ്ങളെയൊക്കെ പ്രേക്ഷകന് ഇഷ്ടമാണ്. അത് ആ കാലഘട്ടം തൊട്ട് നമുക്കറിയാം. പിന്നെ ആ സിനിമയിൽ ഏറ്റവും വലിയ പ്രത്യേകത, ഇത്തരം മോഷണം നടത്തുന്ന, ഖജനാവിൽ നിന്ന് കാശ് വെട്ടിച്ചെടുക്കുന്ന ഒരു മന്ത്രി, പ്രധാനമായിട്ടൊരു അതിനകത്ത് മന്ത്രിയുടെ ക്യാരക്ടർ ചെയ്തത് മണിയുടെ ഒരു കലാഭവൻ മണിയെ ആദ്യമായിട്ട് വില്ലൻ വേഷം ചെയ്ത ഒരു സിനിമയായിരുന്നു. മണിക്കൊരു വ്യത്യസ്തമായിട്ടൊരു കഥാപാത്രമാകും. ഈ അന്ധനായി മെൻ്റൽ റിട്ടാർഡായിട്ടുള്ള ക്യാരക്ടർ ചെയ്തു. ഞാൻ പറഞ്ഞൊരു മിനിസ്റ്ററാകാം, പക്ഷേ ആ മിനിസ്റ്റർ നമ്മൾ പറഞ്ഞ പോലെ ആ മിനിസ്റ്റർ അതിനകത്തൊരു വ്യത്യസ്തതയുണ്ടായിരുന്നു ആ ക്യാരക്ടറിന്. കാരണം വളരെ കഷ്ടപ്പെട്ട് ഒരു തെങ്ങുകയറ്റ തൊഴിലാളിയായിട്ട് മോഷണം നടത്തി, തേങ്ങാ മോഷണം നടത്തി ജീവിച്ച ഒരു ഗുണശേഖരൻ പിന്നെ തൊഴിലാളികളെ സംഘടിപ്പിച്ചെന്നും പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി, ആ പാർട്ടിയുടെ കെയർ ഓഫിൽ ഒരു വലിയ ജാഥയൊക്കെ നടത്തി കുറേ പേരെ കാണിച്ചാൽ നമുക്ക് ഇന്ന് ഒരു സീറ്റ് കിട്ടുന്ന അവസ്ഥയുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഒരു മന്ത്രിയായ ഒരു കൈക്കൂലിയുടെ അഗ്രഗണ്യനായ ഒരു മിനിസ്റ്റർ ഗുണശേഖരൻ. പണ്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ ജോലിയിരിക്കുന്ന സമയത്ത് ഈ ഇദ്ദേഹം DYSP ആയിരുന്ന സമയത്ത് തേങ്ങാമോഷണത്തിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്യാരക്ടറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മമ്മൂട്ടിയുടെ സിറ്റി പോലീസ് കമ്മീഷണർ. പക്ഷേ ഇന്ന് കണ്ടാൽ സല്യൂട്ട് അടിച്ചേ പറ്റത്തുള്ളൂ. നിർത്തി 3 സല്യൂട്ട് അടിപ്പിക്കും ഗുണശേഖരൻ വിക്കനാണ്. ആ വിക്കായിരുന്നു, ആ വിക്കിയെ പറയത്തുള്ളൂ. പറയുന്നതിനകത്തെല്ലാം തമാശ
വരുന്ന രീതിയിൽ മണിയെ നന്നായിട്ട് അവതരിപ്പിച്ചു. നല്ല കോമഡി ആയിരുന്നു ആ ഒരു ക്യാരക്ടർ. പിന്നെ സുകുമാരി ചേച്ചി ഉണ്ടായിരുന്നു, ഇന്ദ്രൻസ് ഉണ്ടായിരുന്നു, ആൻ്റണി എന്ന് ഇപ്പോൾ ആൻ്റണി എന്ന് തോന്നിക്കുന്നതല്ല, അത് കണക്ക് തോന്നിക്കാവുന്ന ഒരു കഥാപാത്രമായിരുന്നു ഈ ഇന്ദ്രൻസ് അവതരിപ്പിച്ച ക്യാരക്ടർ. അപ്പോൾ ആ സിനിമ ഇത്രയും പെട്ടെന്ന് കഥയുണ്ടാക്കുകയും അതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ നിഷേധിക്കുന്നില്ല. ലൊക്കേഷനിൽ വെച്ച് തന്നെ പലരും നമുക്കിപ്പം എല്ലാം തയ്യാറാക്കിക്കൊണ്ട് പോകണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയട്ടെ, തയ്യാറാക്കിക്കൊണ്ടുപോയ സിനിമകളെക്കാട്ടിലും കൂടുതൽ ചിലപ്പം മനസ്സിൽ ഈ കഥ മുഴുവൻ വൺലൈനും കഥയുമായിട്ട് നമ്മൾ പോയിരുന്നിട്ട് സ്ക്രിപ്റ്റിൻ്റെ വർക്ക് നമുക്ക് കുറേ പോർഷൻസ് നമ്മൾ ലൊക്കേഷനിൽ ചെയ്ത ചിത്രങ്ങൾ ചിലപ്പം നേരത്തെ 2 മാസം മുമ്പ് കഥ തയ്യാറാക്കി സ്ക്രിപ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് പോയതിനേക്കാട്ടിലും കൂടുതൽ എനിക്ക് സക്സസ് ആയിട്ടുണ്ട്. അതൊക്കെ തിരിച്ചും മറിച്ചും കിടക്കും. പക്ഷേ നമ്മളത് ഏറ്റവും കൂടുതൽ ആ സ്ക്രിപ്റ്റ് തീർക്കുക എന്ന് പറയുന്നതിൻ്റെ പ്രയോജനം കിട്ടുന്നത് നമ്മളിതിൻ്റെ ഒരു ഷൂട്ടിങ്ങിൻ്റെ പ്ലാനിങ്ങും ഇതിൻ്റെ ഒരു എക്സ്പെൻസുമാണ്. അതിനെ ഒരിക്കലും ഇത് ബാധിക്കരുത്. കാരണം നമ്മുടെ മനസ്സിൽ ഒരു ഡയറക്ടറുടെ മനസ്സിൽ വൺ ലൈൻ, അടുത്ത സീൻ എന്താണ്, ഇന്നടത്താണ് സീൻ, അടുത്ത മാർക്കറ്റിലെ സീൻ. ആ മാർക്കറ്റിലെ സീനിൽ ഇപ്പം സിറ്റി പോലീസ് കമ്മീഷണർ വരുന്നു, ഇന്നയാളെ കാണുന്നു, അവിടെ വാഗ്വാദങ്ങളാകുന്നു, തല്ല് നടക്കുന്നു, അവിടെ വേറൊരു ഇന്ന ക്യാരക്ടർ വരുന്നു, ആ പ്രശ്നം ഒത്തുതീർക്കുന്നു, ഒരു വണ്ടി കയറി പോകണമെന്ന് പറഞ്ഞൊരു സീൻ നമ്മൾ മനസ്സിൽ ഉണ്ടായിരുന്നാൽ അതിൻ്റെ ആർട്ടിസ്റ്റുകൾ ഇതാണ്, അതിന് കൊടുക്കേണ്ട പ്രോപ്പർട്ടീസ് ഇതാണ് എന്നൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ രാത്രി തലേദിവസം ഇരുന്ന് എഴുതിയാലും പ്രശ്നമില്ല. ആ സീൻ പോലും മനസ്സിലില്ലാതെ വരുന്നിടത്താണ് പ്ലാനിങ് ഇല്ലാതെ സിനിമ കയ്യിൽ നിന്ന് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ഞാൻ എഴുതേണ്ടി വന്ന ഒരു സിനിമയാണ് രാക്ഷസ രാജാവ്. കാരണം മറ്റൊന്നുമല്ല, അത്ര ആ താരത്തിൻ്റെ ഡേറ്റ് വെച്ച് ആ ഒരു പാക്കേജ് ആ സമയത്ത് ആ സിനിമ ചെയ്യണം എന്ന് മസ്റ്റായി വന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത് ആ സിനിമ. പക്ഷേ ആ സിനിമ ഒരു സക്സസ് ആയിരുന്നു എന്ന് മാത്രമല്ല, പലരും എന്നെ വിളിച്ച് പറയാറുണ്ട് ഇപ്പോഴും, മമ്മൂട്ടിയുടെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു രാക്ഷസ രാജാവിലെ രാമനാഥൻ. ആ ചിത്രം സർഗം കബീറിന് ഇന്നും എന്നോട് പറയാറുണ്ട് വളരെ സക്സസ് ആയ ചിത്രങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു രാക്ഷസ രാജാവ്. രാക്ഷസ രാജാവിൻ്റെ പിന്നെ റിലീസിനോടനുബന്ധിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ പേര് രാക്ഷസ രാജാവ് എന്നല്ലായിരുന്നു, രാക്ഷസരാമൻ എന്നായിരുന്നു ആ ചിത്രത്തിൻ്റെ പേര്. രാമനാഥൻ എന്നായിരുന്നു അതിനകത്ത് IPS ഓഫീസറുടെ ക്യാരക്ടറിൻ്റെ പേര് രാമനാഥൻ. അപ്പം രാമനെ പോലെ സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ രാക്ഷസനായി മാറേണ്ട സിറ്റുവേഷനായിരുന്നു ആ സിനിമ. അതായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ രാക്ഷസരാമൻ ഇട്ടത്. അപ്പം ആ സമയത്ത് ചില വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിട്ട് അങ്ങനെ ഒരു പേരിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വലിയ ഇഷ്യൂ ഉണ്ടായി. നമ്മുടെ നാട്ടിൽ അത്തരം നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ഇന്നും ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ലിറ്റിൽ സൂപ്പർമാൻ എന്നുള്ള ചിത്രം റിലീസ് ചെയ്തിട്ട് 3-4 കോടി രൂപ മുടക്കി ഗ്രാഫിക്സൊക്കെ ചെയ്ത ചിത്രം 5-ാം പക്കം ഞാൻ പിൻവലിക്കാനും കാരണം ഇവിടുത്തെ ബിഷപ്പുമാർ എന്നെ വിളിച്ച് പറഞ്ഞൊരു ഇഷ്യൂ ആണ്. കുട്ടികളുടെ ചിത്രമായതുകൊണ്ട് ഞാനൊരു വിവാദമാക്കിയില്ല, കാരണം കുട്ടികൾ കയറേണ്ട കുട്ടികൾക്കായിട്ടുള്ള ചിത്രമാണത്. അതിനകത്ത് ഉണ്ണിയേശു തോക്കെടുപ്പിക്കുന്നു ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ കാര്യം, ഇത്തരം കാര്യങ്ങളൊന്നും സത്യത്തിൽ ഇങ്ങനൊരു നമ്മളിപ്പോൾ ദൈവത്തിനെ ഇങ്ങനെ ഒരു കഥാപാത്രം വന്നുകൊണ്ടോ ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടോ ഇവിടുത്തെ ഈശ്വര വിശ്വാസവും ദൈവം ഒന്നും മോശക്കാരനാകാൻ പോകത്തില്ല. പിന്നെ എന്ത് പറയാൻ പറ്റും, ഒരു കാർട്ടൂൺ വരച്ചതിൻ്റെ പേരിൽ കൊല നടത്തുന്ന അല്ലെങ്കിൽ യുദ്ധം നടത്താൻ തയ്യാറാകുന്ന അവസ്ഥയിൽ ഉള്ള ഒരു സംസ്കാരം നമ്മുടെ ലോകത്ത് മൊത്തം വരുമ്പോൾ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രാക്ഷസരാമൻ എന്നിടാൻ പറ്റില്ല എന്ന് ചിന്തിച്ച്, അല്ല രാക്ഷസരാമൻ എന്നാ പേരിടാൻ പറ്റില്ല, രാമൻ എന്ന് പറയുന്ന പേര് ഉപയോഗിക്കാൻ പറ്റില്ല, അത് ശ്രീരാമൻ്റെ പേരാണെന്ന രീതിയിലൊരു ഇഷ്യൂ ഉണ്ടായി. അപ്പം അത് തന്നെയാണ്, അത്തരം ചിന്തകളാണ് നമ്മുടെ പ്രശ്നം. അത് തന്നെയാണ് ഇവിടെ മുഹമ്മദ് എന്നുള്ള പേര് നമ്മുടെ കൈവെട്ട് കേസിലെ പ്രൊഫസർ ഇട്ടപ്പോൾ ഉണ്ടായ ഇഷ്യൂ അത് തന്നെയാണ്. മുഹമ്മദ് എന്നുള്ള പേരിട്ടാലോ രാമൻ എന്നുള്ള പേര് ദൈവമാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇക്കണക്കിന്
ഈ മുഹമ്മദ് എന്നുള്ള പേരൊരു വീട്ടിൽ നിന്ന് ഒരു സാധനം മോഷ്ടിച്ചാൽ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലേ മോഷ്ടാവെന്നും പറഞ്ഞ്? കാരണം പേരിതായി പോയി നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ഇത്തരം ചിന്തകളൊക്കെ നമുക്ക് ബാലിശ്യമായ കാര്യങ്ങളാണ്. അതിലും വലുതാണ് മനുഷ്യബന്ധം എന്നൊന്നും ചിന്തിക്കുന്നില്ല. ദൈവത്തിനെ നമ്മൾ ആരാധിക്കുന്നതും അല്ലെ മതവിശ്വാസവും ഒക്കെ മനുഷ്യന് വേണ്ടിയിട്ടാണ്. ഒരു ദൈവവും പറഞ്ഞിട്ടില്ല ഇത്തരം കാര്യങ്ങളൊന്നും. അപ്പോൾ അനാവശ്യമായിട്ട് ഈ മതം വെച്ചിട്ട് ഇഷ്യൂ ഉണ്ടാക്കി അതിനകത്തൂടി ആളാകാനോ അല്ലെങ്കിൽ സംഘടന ഉണ്ടാക്കാനോ ഒക്കെ ശ്രമിക്കുന്നവരാണ് അധികാരത്തിന് വേണ്ടി. ഇസ്ലാം രാജ്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അധികാരം പിടിക്കാൻ വേണ്ടി, അല്ല എന്താണ് കാര്യം? ഇസ്ലാമും ഹിന്ദുവും ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്ന, എല്ലാ മനുഷ്യനും ഒരുമിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെയും ബുദ്ധിമുട്ടിക്കലെന്ന് പറയുന്നതാണ് എല്ലാ മതവും ചെയ്തിരിക്കുന്നത്. നബിയാണെങ്കിലും കൊള്ളാം, എല്ലാ ദൈവങ്ങളും പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് കണക്കൊരു ഇഷ്യൂ എനിക്കുണ്ടായെന്ന് പറയുക. രാക്ഷസ രാമൻ എന്നുള്ള പേര് ഞാൻ രാക്ഷസ രാജാവെന്ന് മാറ്റി ആണ് പിന്നെ ആ പടം സെൻസർ ചെയ്തത്. ആ പടം ഇതുപോലെ ഓണം റിലീസായിരുന്നു. എനിക്ക് ആ പടത്തിൻ്റെ ഷൂട്ടിങ്ങൊക്കെ ഒരു പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരു വ്യത്യസ്തമായ കഥാപാത്രം എന്നുള്ള നിലയ്ക്ക് വളരെ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. രാക്ഷസ രാജാവിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ അടുത്ത പടത്തിന് വേണ്ടിയുള്ള ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നു, രാക്ഷസ രാജാവിൻ്റെ ഷൂട്ടിങ് ചെറുപുഷ്പം സ്റ്റുഡിയോയിൽ എറണാകുളത്ത് നടക്കുന്ന സമയത്താണ് ഒരു പയ്യൻ വന്നിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കുന്ന മമ്മൂക്ക കാണുന്നത്. എന്ന് ചോദിക്കുകയും ചെയ്തു, ആരാണ് ഇയാളെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇയാളുടെ പേരാണ് ജയസൂര്യ, എൻ്റെ അടുത്ത പടത്തിലെ നായകനാണ് എന്ന് പറഞ്ഞു. അപ്പം അവിടെ വെച്ചാണ് ഇയാളുടെ ഫോട്ടോ സെഷനൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തത്. കാരണം അത് കഴിഞ്ഞിട്ടായിരുന്നു ഊമപ്പെണ്ണ് എന്ന് പറഞ്ഞ പടത്തിലോട്ട് അതിനുവേണ്ടിയായിരുന്നു അയാളെ അവിടെ കൊണ്ടുവന്നിരുന്നത്. അപ്പം ഈ രാക്ഷസ രാജാവ് റിലീസായി, രാക്ഷസ രാജാവ് ഒരു ഡിഫറെൻറ്റ് പിക്ചർ എന്നുള്ള സക്സസ് ആയിട്ട് ഓടി. അതിൻ്റെ ക്യാമറാമാൻ സഞ്ജീവ് ശങ്കറായിരുന്നു, ദാദാസാഹിബിൻ്റെയും ക്യാമറാമാൻ സന്ദീപ് ശങ്കറായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഒരു കൊമേഴ്ഷ്യൽ ചിത്രം എന്നുള്ള നിലയ്ക്ക് അങ്ങനെ മാത്രമേ അത്തരം ചിത്രങ്ങൾ ഞാൻ കാണുന്നുള്ളൂ. ഇപ്പം വാസന്തി ലക്ഷ്മിയോ കരുമാടിക്കുട്ടനോ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി ഒരു നമുക്ക് എന്താ പറയുക, കുറച്ചുകൂടി റിയലിസ്റ്റിക്കും കുറച്ചുകൂടി മനസ്സിൽ തട്ടുന്ന എന്നെ സംബന്ധിച്ച് ഇത്തരം കഥകളാണ്. പക്ഷെ ഞാൻ അത്തരം കഥകൾ മാത്രമല്ല, ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥകൾ, പ്രത്യേകിച്ച് ഈ പറയുന്ന പുതിയ ആൾക്കാരെ കൊണ്ട്. ഇപ്പം മമ്മൂക്കായ വെച്ച് 2 പടം ചെയ്തതിനേക്കാളും അതിനൊരു ഇൻസിഡൻറ്റ് തന്നെ ഉണ്ടായി. ജയസൂര്യയുടെ ഫോട്ടോ ഷൂട്ട് നടക്കുമ്പോൾ എന്നോട് ചോദിച്ചു, എന്താണ് ഞങ്ങളൊന്നും ഇല്ല ഇവിടെ എന്ന് തമാശ എപ്പോഴും ചോദിക്കുന്നതാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു മമ്മൂക്കായ വെച്ചൊരു പടം ചെയ്യുന്നതിൻ്റെ അത് വേറൊരു സംഭവം. പക്ഷേ അതിനേക്കാളും എനിക്ക് ത്രില്ല് സിനിമയിലൊന്നും ആകാത്ത, സിനിമ എന്ന് പറയുന്നാൽ വലിയ സ്വപ്നമായിട്ട് നടക്കുന്ന ഇത്തരം ജയസൂര്യ എന്ന് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. അതിൻ്റെ ചരിത്രം ഞാൻ പടം വരുമ്പോഴത്തേക്ക് പറയാം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ, ചാൻസ് കൊടുക്കുക എന്ന് പറയുന്നൊരു ത്രില്ല്, അങ്ങനെ അല്ലെങ്കിൽ അങ്ങനൊരു നടനെ നടനാക്കി എടുക്കുക. ഇപ്പം ജയസൂര്യ ആണേലും അനൂപ് മേനോനാണേലും ഇന്ദ്രജിത്ത് ആണേലും ഒക്കെ ഞാൻ കണ്ടെത്തി കൊണ്ടുവന്നതിനകത്ത് ഓരോ കഥകളുണ്ട്. പക്ഷേ അങ്ങനെ ഒരാളെ നമ്മൾ നടനാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ മറ്റൊന്നും അവരിൽ നിന്ന് പ്രതീക്ഷിച്ചൊന്നുമല്ല. പല നടന്മാരും കൊണ്ടുവന്ന് വന്നതിന് ശേഷം എന്നെ കണ്ടാൽ തിരിഞ്ഞു നോക്കാതെ ഇഷ്യൂ ഒക്കെ ഉണ്ടാകുമ്പോൾ നടക്കുന്നവരുണ്ട്. പക്ഷെ നമ്മളൊന്നും അവരിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചൊന്നുമല്ല. ഞാനത് കാണുന്നത് നമ്മളുണ്ടാക്കുന്ന, നമ്മുടെ കഴിവുകൊണ്ടുണ്ടാക്കുന്ന ഒരു കലാരൂപം. അതിനകത്ത് ആ ആളിനെ നമ്മളൊരു പ്രോപ്പർട്ടി ആയിട്ട് ഉപയോഗിച്ചു. അയാളുടെ ഭാഗത്തുനിന്ന് നന്ദിയോ അല്ല അയാൾ തിരിച്ച് അയാളെ നമ്മളോട് സ്നേഹമോ, അതൊക്കെ ഓരോ ക്യാരക്ടറാണ്. ഇപ്പോൾ എൻ്റെ അച്ഛനോട് പറഞ്ഞു തന്നിരിക്കുന്നത്, ഒരു ചായ മേടിച്ച് കുടിച്ചാൽ, ഞാനതൊന്നും ഒരു ചായ ഒരാടെ മേടിച്ച് കുടിച്ചാൽ നമുക്കതിനുള്ളൊരു മനസ്സിലൊരു നന്ദി ഉണ്ടാകണം. അതാണ് മനുഷ്യന്. അങ്ങനെയുള്ളവർക്ക് പരസ്പരം സ്നേഹിക്കാനും പരസ്പരം നമുക്ക് സഹായിക്കാനും ഒക്കെയുള്ള മനസ്സുണ്ടാകത്തുള്ളൂ. അല്ലാതെ നമ്മൾ അത് കഴിഞ്ഞാൽ അയാളെ കാര്യം കണ്ടു കഴിഞ്ഞാൽ അയാൾ പോകാൻ പറ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അതുകൊണ്ടുള്ള കുഴപ്പം നമുക്കായിരിക്കും. നമ്മൾ വളരും തോറും നമ്മൾ വളർന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ മനസ്സിലൊരു സ്പർദ്ധയും സംഭവങ്ങളും വളരുന്നതല്ലാതെ നമ്മളെ സഹായിച്ചവരോ അല്ലെങ്കിൽ നമ്മൾക്ക് ഗുണം ചെയ്തവരോ കാണുമ്പം ഒന്ന് മനസ്സുകൊണ്ടെങ്കിലും വിഷ് ചെയ്യാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്തതിൻ്റെ കുഴപ്പം നമുക്കായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തരം കാര്യങ്ങൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾ എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടും എനിക്ക് തിരിച്ച് ഒരാളോട് എങ്ങനെ പെരുമാറാൻ പറ്റുന്നു എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ഈ നമുക്ക് എന്നോട് ചോദിച്ചിട്ടുണ്ട് ജയസൂര്യയെ കൊണ്ടുവരുമ്പം ഉണ്ടാകുന്ന കാര്യം ഞാൻ അങ്ങോട്ട് വിശദീകരിച്ചു. എനിക്ക് ഒരു സൂപ്പർ താരത്തെ വെച്ച് ചെയ്യുന്നതിലും 100 ഇരട്ടി ത്രില്ലാണ് ഒരു പുതിയ താരത്തെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു രസം ശരിക്കും ജീവിതത്തിൽ സിനിമാ മേഖലയിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ആൾ തന്നെയാണ്. ഈ രാക്ഷസ രാജാവ് തന്നെ എനിക്ക് തോന്നുന്നു അതിനകത്ത് ഏറ്റവും വലിയ ഗുണമാണ് പടത്തിൻ്റെ ഒരു ഗുണഭാഗം അനുഭവിച്ച ഒരു താരം എന്ന് പറയുന്നത്. ഫിനാൻഷ്യലി ഒരു സെറ്റപ്പ് ഉണ്ടാകാൻ നമ്മുടെ കലാഭവൻ മണിക്ക് വളരെ ഗുണം ചെയ്തൊരു പടമാണ് രാക്ഷസ രാജാവ്. ഗുണശേഖരൻ എന്നുള്ള ക്യാരക്ടർ അസാധ്യമായിട്ട് അയാൾ ചെയ്തു, അത് വേറെ കാര്യം.
പക്ഷേ ആ പടം കഴിഞ്ഞിട്ട് ഇതിനിടയ്ക്ക് ഒരു സംഭവമുള്ളത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. ആ പടം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വാസന്തി ലക്ഷ്മിയുടെ തമിഴ് ചെയ്തു. ഞാൻ അതിലോട്ട് വരാം പിന്നെ കാശി. അപ്പോൾ അങ്ങനെ വിക്രമുമായിട്ട് നല്ല ബന്ധമായി. കാശി ഭയങ്കര സൂപ്പർ ഹിറ്റായി. വിക്രം ഭയങ്കര താരമായി. അത് കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന മണിയുടെ ഈ രാക്ഷസ രാജാവിലെ പ്രകടനം കണ്ടപ്പോൾ ഞാൻ വിക്രമിൻ്റെ അടുത്ത് പറഞ്ഞു, വിക്രം കാശി കഴിഞ്ഞിട്ട് പിന്നെ പടങ്ങൾ അടുത്ത പടം പിന്നെ AVMൻ്റെ ഒരു കൊമേഴ്ഷ്യൽ വലിയ പടം ജെമിനി എന്നുള്ള പടം പ്ലാൻ ചെയ്തപ്പം വില്ലനെ ഞാൻ പറഞ്ഞു ഈ കലാഭവൻ ഇപ്പോൾ കലാഭവനിയോട് വിക്രമിന് ഭയങ്കര ഇഷ്ടമുണ്ട്. കാരണം വാസന്തി കലാഭവനിയുടെ അഭിനയം കണ്ടിട്ടാണല്ലോ അയാൾ കാശിയിൽ അഭിനയിച്ചു. എന്നോട് ഞാൻ മണിയെപ്പറ്റി പറഞ്ഞു, മണി ഇങ്ങനെ അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ പടത്തിൽ. ഗുണശേഖരൻ എന്ന് പറഞ്ഞൊരു മിനിസ്റ്റർ ക്യാരക്ടർ, വില്ലനാണേലും ചിരിക്കും നമ്മൾ ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞു. അപ്പം മാത്രമല്ല ഇവർ പറഞ്ഞ ക്യാരക്ടറിനകത്ത് കുറേ മിമിക്രി, അയാൾ ആനയായിട്ട് ഒട്ടകമായിട്ടൊക്കെ അഭിനയം പറഞ്ഞു. ഇതിൻ്റെയൊക്കെ ആശാനാണ് മണി. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന രാക്ഷസ രാജാവ് എന്ന് പറയുന്ന ചിത്രം ഞാൻ ചെന്നൈയിൽ അയച്ചു കൊടുത്തിട്ട് AVMൽ ആ ചിത്രം ഇട്ട് കാണുകയായിരുന്നു. വിക്രമും AVMൻ്റെ പ്രൊഡ്യൂസേഴ്സും AVM സ്റ്റുഡിയോയിൽ അവരുടെ സ്വന്തം പടമായിരുന്നത്. കണ്ടിട്ട് അങ്ങനെയാണ് മണിയെ ജെമിനിയിലെ മെയിൻ വില്ലനായിട്ട് എടുക്കുന്നത്. മണി ഇപ്പോൾ സാമ്പത്തികമായിട്ട് സെറ്റിലായിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മലയാളം പടം ചെയ്തിട്ടൊന്നുമല്ല, തമിഴും തെലുങ്കുമാണ്. അതോടുകൂടി മണിക്ക് തമിഴിലും തെലുങ്കിലും ഭയങ്കര ഓഫറായി. മണിയെ തപ്പി അവിടെ ഡേറ്റില്ലാത്തൊരവസ്ഥയായി മണിക്ക്. മണി ഓരോ ദിവസം 2 ദിവസം 3 ദിവസം വെച്ച് പടങ്ങൾ അഭിനയിക്കേണ്ട അവസ്ഥയായി. തുടക്കം ജെമിനിയായിരുന്നു. അപ്പം ഈ രാക്ഷസ രാജാവ് എന്ന് പറയുന്ന പടത്തിൽ വില്ലനായിട്ട് അഭിനയിപ്പിച്ചെങ്കിലും പക്ഷെ മണിക്ക് ആ പടം കൊണ്ടാണ് അവിടെ ഇത്രയും ഒരു ഓപ്പണിങ് കിട്ടിയെന്നുള്ളതിനകത്ത് ഞാൻ സാറ്റിസ്ഫൈഡാണ്. ഞാൻ പറഞ്ഞു വന്നത് തെലുങ്കിലും തമിഴിലും മണിക്ക് ഒരു വലിയ പേരുണ്ടാക്കാനും സാമ്പത്തിക ഒരു കലാകാരനെ സംബന്ധിച്ച് വലിയ ഘടകം തന്നെയാണല്ലോ. അത് അയാൾ ശരിക്കും അതിനകത്ത് സാമ്പത്തികം അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റി. രാക്ഷസ രാജാവ് അങ്ങനെ പലർക്കും ബ്രേക്ക് ഉണ്ടാക്കിയ എന്നെ സംബന്ധിച്ച് സിനിമ ചെയ്യാനായിട്ട് ഞാൻ വലിയ ആർട്ടിസ്റ്റുകളെ വെച്ച് സിനിമ ചെയ്യുന്ന എന്ന് പറയുന്നത് മമ്മൂട്ടിയെ കണക്കൊരു ആളെ വെച്ച് ചെയ്യുന്ന 2ാമത്തെ സിനിമയായിരുന്നു. അത് എന്നെ സംബന്ധിച്ച് അതൊരു വലിയ സംഭവം അല്ല. കാരണം പെട്ടെന്നൊരു കഥ ഉണ്ടാക്കുക, ആ കഥ സിനിമയാക്കാൻ പറ്റും, അത് നന്നായിട്ട് ഓടിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിന് കിട്ടുന്ന നമുക്ക് കിട്ടുന്നൊരു തൻ്റെ ഇടമാണ്.